അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശഅബാൻ അവസാനത്തെ പത്തിലാണ് നാം ഉള്ളത്. ശഅബാൻ 22-ാം ദിവസത്തെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ നീ കബൂലാക്കണേ അള്ളാഹ്. റമദാനിലേക്ക് പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ അടുത്തടുത്ത് വരികയാണ്. കൂടുതൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ച് റബ്ബിലേക്ക് അടുക്കണം. റമദാനിനെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പടച്ചോനെ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ റബ്ബെ. ഹൃദയം ശുദ്ധിയാക്കി മനോഹരമാക്കി തരണേ റഹ്മാനെ. ഈമാന്റെ പ്രകാശം കൊണ്ട് ഹൃദയത്തെ പ്രകാശിപ്പിക്കണേ അള്ളാഹ്. വേദനകൾ രോഗങ്ങളൊക്കെ ശിഫയാക്കി ആഫിയത്തും നിന്റെ പൊരുത്തത്തിലും ദുആത്തിലുമായി ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റഹ്മാനെ. റബ്ബെ, നിനക്ക് ഇബാദത്തിന് തടസ്സമാവുന്ന രോഗങ്ങളെ കൊണ്ടൊന്നും ഞങ്ങൾ ഇനി പരീക്ഷിക്കല്ല അള്ളാഹ്. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ അള്ളാഹുവെ ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. അള്ളാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി എൻ്റെ സ്വകാര്യമായ പ്രാർത്ഥനയിലും ഞാൻ അവരെ ഉൾപ്പെടുത്താറുണ്ട്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. അള്ളാഹു ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, മുറാദുകൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. പക്ഷേ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കല്ല. വരാത്ത സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസീയത്തെങ്കിൽ ആ കാര്യം പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ നേട്ടം നൽകണേ അല്ലാഹ്. ഇരുലോക വിജയം നൽകണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ശഅബാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ കൂടുതൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഭാഗ്യം നൽകണേ പടച്ചോനെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി ചൊല്ല, അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, അവസാനം വരെ പങ്കെടുക്കുക. റബ്ബ് തആല നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 22-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസില് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 22-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നൽകണേ റബ്ബേ. അവരുടെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ. ജന്നാത്തുൽ ഫിർദൗസ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലും വിജയത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഹിഫ്ളും സംരക്ഷണവും ലഭിക്കാൻ, എല്ലാ ഷെറിൽ നിന്നും കാവൽ ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ ആയത്തുൽ കുർസി സ്വീകരിക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഹലാലായ മുറാദുകളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖലാഇനെ തൊട്ട് ഞങ്ങളെ എവരെയും കാക്കണേ അല്ലാഹ്. എല്ലാ ഫിത്തനുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് ആഫത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലാഹ്. എല്ലാ ഷെറുകാരിൽ നിന്നും ഷെറിനെ തൊട്ടും കാവല് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഒരു തവണ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ പാരായണം ചെയ്യാം. ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ആ ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ 70,000 മലക്കുകളുടെ പ്രാർത്ഥന അവനിക്ക് ലഭിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ ശ്രേഷ്ഠമായ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ. മഹാന്മാരായ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സജ്ജനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് പരിശുദ്ധമായ ശഅബാനിൽ പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥന നടത്താം. അത് റജബിൽ മാത്രമല്ല, ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നമ്മൾ നടത്തണം. റജബിൽ എങ്ങനെയായിരുന്നോ നമ്മൾ അറിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നടത്തണം. ആ ശ്രേഷ്ഠമായ പ്രാർത്ഥന നമുക്ക് 33 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് സ്വീകാര്യം നൽകട്ടെ. بسم الله الرحمن الرحيم اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണയിൽ, വീട്ടിൽ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ എത്തിക്കണേ അല്ലാഹ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ദിക്റുകളുടെ രാജാവായ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ ചൊല്ലാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയതായ അഫ്ളലു ദിക്റിനെ കബൂലാക്കണേ. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടവും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വലിയ മാറ്റവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ചൊല്ലാം. റബ്ബേ എനിക്ക് മാപ്പ് നൽകണേ എന്ന ചിന്തയോടുകൂടി എല്ലാവരും ചൊല്ലുക. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുകയും അതോടുകൂടെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫത്ഹ് അള്ളാഹു ഉണ്ടാക്കി തരുകയും ചെയ്യും. അത് ഇസ്തിഗ്ഫാറിന്റെ നേട്ടമാണ്. റബ്ബ് സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ സ്വീകരിക്കണേ, ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. തെറ്റുകളൊക്കെ പുറത്തു തന്ന് ഹൃദയം ശുദ്ധീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ റാഹത്തും വിജയവും സലാമത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൽ ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്ർ, ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു നൽകും. അത്രയും പവറുള്ള ദിക്റാണ്. അതിലൂടെ ഭൗതികവും ഉഖ്റവിയുമായ നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നല്ല ഈമാനും തഖ്വയും അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. കാര്യങ്ങളിലൊക്കെ അല്ലാഹു വിജയം നൽകും. ആ ശ്രേഷ്ഠമായ ദിക്ർ 33 തവണ നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ.
لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين تقبل الله പടച്ചോനെ ശ്രേഷ്ഠമായി ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി പടച്ചോ നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹ് ആ കൂലി ഈ പാപികളായ ആ കൂലി സാധുക്കളായ ഞങ്ങൾക്ക് നീ പൂർണ്ണമായി നൽകണേ റബ്ബേ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. വിഷമങ്ങളൊക്കെ തീർത്ത് തരണേ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ, കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ, നല്ല ഈമാനും തഖ്വയും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഈ ശഅബാനിൻ്റെ മനോഹരമായ ഈ പകലിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ശ്രേഷ്ഠമായ ദിക്ർ, ശ്രേഷ്ഠമായ തസ്ബീഹ്, എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷ കിട്ടാൻ കാരണമാകുന്ന ഈ ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് 40 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഇത് കാരണം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും, നമുക്ക് പ്രയാസമായി തോന്നുന്ന എല്ലാത്തിൽ നിന്നും അല്ലാഹു നമുക്ക് റാഹത്തും എളുപ്പവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹുവേ സ്വീകരിക്കണേ. ശ്രേഷ്ഠമായ മഹാന്മാർ ചൊല്ലിയ, പ്രവാചകർ ചൊല്ലിയ മഹത്തായ ദിക്ർ 40 വട്ടം ഞങ്ങൾ ചൊല്ലി അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ വേദനകളൊക്കെ ശിഫയാക്കി തരണേ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരണേ. തഖ്വയും പൂർണ്ണമായ ഈമാനും ഞങ്ങൾക്കേവർക്കും നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ശ്രേഷ്ഠമായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ കാര്യം നീ റാഹത്തിലാക്കി, പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്നയിലുള്ള 2 ഇസ്മുകളടങ്ങിയ ശ്രേഷ്ഠമായ ദിക്ർ, മഹാന്മാർ ചൊല്ലിയ ദിക്ർ, ഹബീബായ തങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ തലേന്ന് ചൊല്ലിയതായ ശ്രേഷ്ഠമായ ദിക്ർ, അത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വളരെ ഫലവത്തായ ദിക്റാണ്. ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ ഫലവത്തായ ദിക്റാണ്. ഈ ശഅബാനിൻ്റെ മനോഹരമായ പകലിൽ 100 വട്ടം ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം,
يا حي يا قيوم 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 تقبل الله. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണേ. ഈ ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ. ഞങ്ങളുടെ ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ അവയവങ്ങൾക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചു തരണേ റബ്ബേ. ബലഹീനത ഞങ്ങൾക്ക് തരല്ല അല്ലാ. ശാരീരികമായും മാനസികമായുള്ള കരുത്തും ഹിമ്മത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനു ശഹരി, ഹബീബായ തങ്ങൾ ശഅബാൻ മാസത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ശഅബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞ സ്വലാത്തിൻ്റെ മാസമായ ശഅബാനിൻ്റെ മനോഹരമായ ഈ ഒരു സമയത്ത് ഹബീബായ തങ്ങളുടെ മേലുള്ള ശ്രേഷ്ഠമായ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് വിജയിക്കാത്തവരില്ല, സ്വലാത്ത് കൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും കരകയറാത്തവരില്ല. ധൈര്യമായിട്ട് ആവേശത്തോടെ ഹബീബിനോടുള്ള മഹബത്തോടെ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
الصلاة والسلام عليك يا سيدي يا رسول الله 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 خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. പരിശുദ്ധമായ ശഅബാൻ 22-ാം ദിവസത്തെ ശ്രേഷ്ഠമായ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടാണ് നാം ഇരിക്കുന്നത്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحابه سيدنا محمد صلى الله عليه وسلم. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും ഹളറത്തിലേക്ക് അതിനെ സവാബിനെ മിസ്ലെത്തിക്കണേ. ഖിദ്ർ നബി അലൈഹി സ്വലാമിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഔലിയാക്കന്മാരുടെയും റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിൻ്റെയും അഹ്ലി ബൈത്തിൻ്റെയും ആരിൻ്റെയും എല്ലാ ശുഹദാക്കളുടെയും ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ ദറജനെ ഉയർത്തണേ റഹ്മാനേ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ. ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ നീ നല്ലവരിൽ പെടുത്തണേ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ ശർറിനെ തൊട്ടും കാവൽ നൽകണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ, ഈമാൻ പൂർണ്ണമാക്കി തരണേ അല്ലാഹ്. തഖ്വ നൽകണേ റഹ്മാനെ. നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ഞങ്ങളെ മക്കൾക്കൊക്കെ നീ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, കുട്ടികളെ സ്കൂളിലെ പരീക്ഷകളൊക്കെ അങ്ങനെ അടുത്ത് വരികയാണ്. അള്ളാഹുവേ, ഉന്നതമായ ഉയർന്ന വിജയ മക്കൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ്, ഓരോ വിഷമങ്ങളാണ്. എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്. അള്ളാഹുവേ, മെസ്സേജുകൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നേരിട്ടും കണ്ടുകൊണ്ടും പിന്നെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. എല്ലാം കൂടി നമ്മൾ എടുത്ത് പറയുന്നില്ല അല്ലാ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ, ഏതൊരു സങ്കടം പറഞ്ഞിട്ടാണോ, വിഷമം പറഞ്ഞിട്ടാണോ ഉസ്താദേ ദുആ ചെയ്യണേ. ഈ മജ്ലിസിലുള്ള ദുആ പ്രതീക്ഷ കൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തെങ്കിൽ ആ കാര്യം അല്ലാഹ് ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ സ്വലാത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഏത് കാര്യമാണെങ്കിൽ റാഹത്താക്കി കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് നീ റാഹത്താക്കി കൊടുക്കണേ. ഈ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടം അവർക്കൊക്കെ നീ നൽകണേ റബ്ബേ. പടച്ചവനെ, മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ. ഞങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഭർത്താവിന്റെ ദുശ്ശീലങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ. മക്കളുടെ അനുസരണക്കേട് മാറ്റണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ,
ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബെ, അവർക്ക് ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നൽകണേ റഹ്മാനെ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹൈറായ രൂപത്തിൽ അത് നീ റാഹത്താക്കി കൊടുക്കണേ പടച്ചോനെ. പൈസ കൊടുത്ത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ, എത്രയും പെട്ടെന്ന് അത് വാങ്ങിയവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. വീടും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ, അത് നീ പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് റബ്ബെ, ഹൈറായ വീട് പെട്ടെന്ന് നടക്കണേ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അത് വീട്ടാനുള്ള വഴി എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണേ അല്ലാ. വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ. ഞങ്ങൾക്കൊക്കെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. വീട് പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വേദനകളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസീയതവർക്കും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും രോഗങ്ങൾ നീ പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാ. ഷാഫിയായ കാഫിയായ റബ്ബേ, വേദനകളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, കഠിനമായ വിഷമങ്ങളുള്ളവരുണ്ട്, മാനസികമായ സങ്കടം കൊണ്ട് ടെൻഷൻ കൊണ്ട് മാനസിക നില തെറ്റിയവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും പരാജയത്തിൽ പെടുത്തല്ല റബ്ബേ, വിജയികളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ നിങ്ങൾ നീ കാക്കണേ റബ്ബേ. ഞങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും അല്ലാ വല്ല മാരക രോഗത്തിൻ്റെയും അണുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാ നീ കരിച്ചു കളയണേ റബ്ബേ. ഞങ്ങൾ ഈ നല്ലവരിൽ പെടുത്തണേ റഹ്മാനെ. കുടിയന്മാരായ ഭർത്താക്കന്മാരെ കൊണ്ട് സങ്കടപ്പെടുന്ന ഭാര്യമാരുണ്ട്, അവർക്ക് നീ റാഹത്ത് നൽകണേ. അവിടെ ഭർത്താക്കന്മാരുടെ കുടിയൊക്കെ മാറ്റിയിട്ട് അവരെ നീ നല്ലവരാക്കണേ അല്ലാ. പടച്ചവനെ, പരിശുദ്ധമായ റമളാൻ നോമ്പ് കടന്നു വരികയാണ്. ആഫിയത്തോടെ റാഹത്തോടെ നല്ല തഖ്വയോടെ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ഹലാലായ മുറാദുകൾ ഉള്ളവരുണ്ട് റബ്ബേ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹലാലായ മുറാദ് മനസ്സറിയുന്ന റബ്ബേ, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ, റാഹത്തിലാക്കി തരണേ, കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. മക്കളുടെ കല്യാണം ശരിയാകാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ കല്യാണങ്ങൾ എത്രയും പെട്ടെന്ന് നീ അനുയോജ്യരായ ഇണയെ നൽകിയിട്ട് നീ നടത്തി കൊടുക്കണേ, റാഹത്ത് നൽകണേ അല്ലാ. വർഷങ്ങളായി പടച്ചോനെ ഇക്കാമയുടെ വിഷയത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബേ, അതൊക്കെ നീ റാഹത്താക്കി കൊടുക്കണേ. നിയമ തടസ്സങ്ങളൊക്കെ നീ മാറ്റിയിട്ട് റാഹത്തും ജോലിയിൽ ബറക്കത്തും വിജയവും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ദുആ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ ദുആ നീ കബൂലാക്കണേ, ഇജാബത്ത് നൽകണേ അല്ലാ. വെറുതെ മടക്കല്ല റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ ജോലിയിൽ, കച്ചവടത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ ജോലിയിൽ റാഹത്തും ജോലി സ്ഥലത്ത് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് നൽകണേ, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ, ഇണയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെയൊക്കെ സവാബിൻ്റെ മിസിൽ പടച്ചോനെ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരോട് ബന്ധപ്പെട്ടവർ ഈ ശഅബാനിൽ ആണ്ട് നടക്കുന്നവരുണ്ട്, അവരുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ഹദറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പടച്ചവനെ, നല്ലവര് ഞങ്ങളൊക്കെ പെടുത്തണേ അല്ലാ. ഞങ്ങളാരെയും നീ പരാജിതരിൽ പെടുത്തല്ല അല്ലാ, വിജയികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നിന്റെ സ്വർഗ്ഗം നൽകണേ റബ്ബേ. റസൂലുള്ളാഹിനെ കാണാൻ മഖ്ബൂലും അബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ, ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, പടച്ചോനെ, ഒരാളെയും നീ വെറുതെയാക്കല്ല. അവർക്കൊക്കെ ഈ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടവും വലിയ ഫലങ്ങളും വിജയവും നൽകണേ അല്ലാ. നിങ്ങൾ
ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا في شهر رمضان للصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.